അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഖസീദത്തു ഷബാബ് ലി അബ്ദുറഹ്മാൻ ശുക്രി. അബ്ദുറഹ്മാൻ ശുക്രി ഹുവ ഷാഇറുൻ മിസ്രിയുൻ ബാരിസുൻ. വളരെ പ്രമുഖനായ ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. അഹദ് മുഅസ്സിസി ജമാഅത്തി ദീവാൻ അശ്ശഅരിയ, ജമാഅത്തു ദീവാൻ എന്ന കവിതാ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപകനാണ്. യുഅ്തബർ മിന അശ്ശുഅറാഇ അല്ലദീന അഹ്ദസു തജദീദൻ ഫി അശ്ശിഅരിൽ അറബി, അറബി കവിതയിൽ പുതുമകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രഗത്ഭ കവികളിൽ ഒരു വ്യക്തിയാണ്. എങ്ങനെ പുതുമുണ്ടാക്കി? മിൻ ഖിലാലി ഖസാഇദിഹി അൽ ഖയാലിയ, തങ്ങളുടെ ഭാവനാത്മകമായ കവിതകളിലൂടെ. വല്ലത്തി തതജാവസു ഹുദൂദ അസ്സമാനി വൽ മക്കാൻ, ആ ഭാവന എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കും സ്ഥലങ്ങൾക്കും അതീതമായ ഭാവനകളാണ്. ഉലിദ ഫി മദീനത്തി ബോർ സഈദ്, ഈജിപ്തിലെ ബോർ സഈദ് എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാന വാലിദുഹു മുവദ്ദിഫൻ മുഹിബ്ബൻ ലിശ്ശിഅരിൽ അറബിൽ ഖദീം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, പഴയ പൗരാണിക അറബി കവിതകളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ബദ അബ്ദുറഹ്മാൻ ശുക്രി തഅലീമഹു ഫിൽ മദ്റസ അൽ ഇബ്തിദാഇയ്യ, തൻ്റെ വിദ്യാഭ്യാസം അത് പ്രൈമറി മദ്രസകളിൽ വെച്ചാണ് ആരംഭിച്ചത്. വഹസല അലാ ഷഹാദത്തിഹ ഫി ആം 1900 പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ثم انتقل إلى الإسكندرية حيث حصل على البكالوريا في عام 1904 ميلادية. പിന്നീട് അദ്ദേഹം അലക്സാണ്ട്രിയയിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി BA പൂർത്തിയാക്കി 1904. بعد ذلك انتقل إلى القاهرة, ശേഷം കൈറോയിലേക്ക് വന്നു. والتحق بمدرسة الحقوق, ലോ കോളേജിൽ പഠിച്ചു, അവിടെ ചേർന്നു. ഷാറക ബി ഹമാസ് ഫിൽ ഹറക്കൽ വത്തനിയ, ഹമാസ് പ്രസ്ഥാനത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. وتم فصله بسبب مشاركة مظاهرات التي اندلعت بعد حادث الدين شوي في عام 1906. 1906 പൊട്ടിപ്പുറപ്പെട്ട ഹാദിസ് ദിൻ ഷുവായി, ആ ദിൻ ഷുവായി സംഭവത്തിന് ശേഷമുണ്ടായിട്ടുള്ള സമരമുഖങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പിരിച്ചുവിട്ടു. ثم التحق بمدرسة المعلمين العليا, അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് അൽ മുഅല്ലിമൂൻ അൽ ഉല്യ എന്ന ആ ഒരു മദ്രസയിൽ പാഠശാല അദ്ദേഹം ചേർന്നു. ദഖറജ ഫി ആം 1907, 1907 അദ്ദേഹം അവിടെ നിന്ന് ബിരുദം നേടി. ശുക്രി അസ്റൽ അദബ ബിഅദദിൻ കബീർ മിനൽ അഅമാൽ അശ്ശഅരിയ, ധാരാളം കവിതാ വർക്കുകളെ കൊണ്ട് അറബി സാഹിത്യത്തെ സമ്പന്നമാക്കിയ വ്യക്തിയാണ് ശുക്രി. ഇതുപോലെ ലൗ ഉൽ ഫജർ, മിസ്ലു ലൗ ഉൽ ഫജർ എന്ന കവിത അദ്ദേഹത്തിൻ്റെ കവിതാ വർക്ക്. അതേപോലെ ആലി അൽ അഫ്കാർ, അനാഷീദു സ്വബ, സഹറുർ റബി, അൽ ഖത്റാത്ത്, അൽ അഫ്നാൻ, അസ്ഹാറുൽ ഖരീഫ് തുടങ്ങിയവയൊക്കെ. അസ്ദർ ദീവാന ഹുസാമിൻ ബഅദ വഫാത്തിഹി ദിംന മജ്മുഅത്തിൽ കാമില, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ദീവാന് പുറത്തിറങ്ങുന്നത്. അതാവട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ മജ്മുഅയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. يعتبر شكري من الشعراء الذين أضافوا روحا ثائرة, ഒരു വിപ്ലവാത്മകമായ ആത്മാവിനെ തുന്നിച്ചേർത്ത ഒരു കവി കൂടിയാണ് ശുക്രി. സായിറത്തൻ വആലിയത്തൻ, ഉന്നതമായ അതുപോലെ വിപ്ലവാത്മകമായിട്ടുള്ള എവിടേക്കില്ലാത്ത സാഹിത്യത്തിലേക്ക്. വഅസ്ഹമ ഫി തജ്ദീദിൽ മുഹ്തവ അശ്ശിഅരിൽ അറബി, അറബി കവിതയുടെ കണ്ടന്റ് നവീകരിക്കുന്നതിൽ കൃത്യമായ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയായ ഷബാബ് എന്ന യുവത്വത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ്. അതിൻ്റെ 1ാമത്തെ വരി, തദക്കറനി അശ്ശബാബു വഖദ് അലൗന ബിഹി ഫൗഖൽ മജറത്തി വന്നുജൂമി. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ എഴുതുന്നൊരു കവിതയായതുകൊണ്ട് തന്നെ യുവത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. പ്രായം കൂടുന്തോറും പഴയ കാലത്തെ, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഏറ്റവും നല്ല കാലമായി കണക്കാക്കുന്ന സഹറത്തുൽ ഉംർ, സഹറത്തുൽ അൽ ഹയാത്ത് എന്നൊക്കെ പറയുന്ന യുവത്വത്തെ സ്വാഭാവികമായും ഓർക്കും. ഇവിടെയും കവി തൻ്റെ യുവത്വകാലത്തെ സ്മരിക്കുകയാണ്. എത്ര നല്ല കാലമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. തദക്കറനി ഷബാബു, യുവത്വം എന്നെ ഓർമ്മിപ്പിച്ചു. വഖദ് അലൗന, അന്ന് ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പോയ കാലമാണ്. ബിഹി, ആ യുവത്വത്തിൽ എത്രത്തോളം ഉയരങ്ങളിൽ പോയി. ഫൗഖ അൽ മജറത്തി വന്നുജൂമി, നക്ഷത്ര കൂട്ടങ്ങൾക്കപ്പുറങ്ങളിലേക്ക് ഞങ്ങൾ ഉയർന്നുപോയ ആ ഒരു കാലം എന്നെ ഓർമ്മിപ്പിച്ചു. മജറത്താണ് അവിടെ നക്ഷത്രങ്ങൾക്ക് തന്നെ മജറത്ത് എന്ന് പറയാം. وتبدأ القصيدة بتعبير عن تذكر الشاعر للشباب.
കവി തൻ്റെ യുവത്വത്തെ ഓർത്തുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. ആ യുവത്വം എന്ന് പറയുന്ന ഷബാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ മർഹലത്തുൽ ഹയാത്ത്, ജീവിതത്തിലെ ഘട്ടമാണ്. അല്ലത്തി തുഅ്തബറു ഫിൽ ആദത്തി ബിമർഹലത്തിൻ നശാത്തുൽ ഹയവിയ്യ ത്വഖ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ചൈതന്യമുള്ള ഘട്ടമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. യഅ്ബിറു ഷാഇറു അൻ ഇർതിഫാഇഹിം വതഫവ്വുഖിഹിം കാന ഫി ഷബാബ്. അദ്ദേഹം പറയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും അദ്ദേഹത്തിൻ്റെ മികവുമൊക്കെ ഈ യുവത്വത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. വക്കാനത്ത് മർഹലത്തു ഷബാബി തഹ്മിൽ റൂഹൽ ഇൻജാസ് വൽ തഫാഉൽ, എല്ലാവിധ പോസിറ്റീവും എനർജിയും എല്ലാം നേടിയെടുക്കാനുള്ള ഒരു ചൈതന്യവും ഉൾക്കൊള്ളുന്ന കാലഘട്ടമാണ് യുവത്വം. ഹൈസ തമസ്സലൂന ഫീ ഷൈഇൻ അഅ്ലാ വ അക്ബർ മിനൽ മജറാത്ത് വൻ നുജൂം. ആ സമയമെന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്കും അപ്പുറമാണ് ആ ഒരു ഘട്ടം മനുഷ്യൻ്റെ ആയുസ്സിൽ. മിമ്മായാക്കി സുഖദറത്തുഹും അലാ തഹ്ഖീഖിൽ അഹ്ലാമി വതതല്ലുആത്തിൽ അലിയ, അതായത് മനുഷ്യൻ്റെ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നു എന്ന് പറയുന്ന പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ശേഷിയുള്ള ഒരു കാലഘട്ടം. വനഹ്നുൽ ഖാലിദൂന വകാന ഹഖൻ ഖുലുവൽ ഖാലിദീന മിനൽ ഹുമൂമി. വനഹ്നുൽ ഖാലിദൂൻ, ഞങ്ങളന്ന് ഖാലിദീങ്ങളായിരുന്നു. ഖാലിദ് എന്ന ഒരിക്കലും തൻ്റെ തീരുമാനങ്ങളിൽ നിന്നോ തൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്നോ തൻ്റെ ലക്ഷ്യം എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിൽ നിന്നോ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയാതെ അതിൽ നിത്യവാസികളായി ശാശ്വതരായി, അഥവാ ഞങ്ങൾ ഉറച്ചവരായിരുന്നു. വക്കാന ഹക്കൻ, അത് സത്യമാണ്. ഖുലൂബുൽ ഖാലിദീന മിനൽ ഹുമൂമി, എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നവർ, ഒരു പ്രതിസന്ധി മുന്നിൽ കാണാത്തവർ. അൽ ഹുമൂം അൽ ഹസാൻ. യുദ്ഹിറു ഹാദൽ ബൈത്ത്, ഈ വരി പറയുന്നത് അൽ ഇഅ്തിസാസ് വൽ ഫഖ്ർ ബി ഷബാബി വ ഖുവ്വതിഹിം, യുവത്വത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അവരുടെ ആത്മബോധത്തെക്കുറിച്ചുമാണ്. ഹൈസ യസിഫു ഷാഇറു ഷബാബ്, ഇവിടെ കവി വർണ്ണിക്കുന്നു ബി അന്നഹുൽ ഖാലിദൂൻ, അവർ ഖാലിദീങ്ങളാണെന്ന്. അതായത് അന്നഹും സയബ്ഖൗന ലിൽ അബദ്, അവരെന്നും ആ പ്രായത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. മഅൽ ഫഖ്രി വത്തഫവ്വുഖ്, എല്ലാവിധ ഫഖ്റും തഫവ്വുഖും നടിച്ചുകൊണ്ട്. വഹാദിഹിൽ മർഹല തകൂനു ഹാലത തമഅനീന വസ്സആദ അല്ലതി യഈഷുഹ ഷബാബ്, ഒരു യുവാവ് ജീവിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായ മറ്റു പ്രയാസങ്ങളെക്കുറിച്ച്, ജീവിതഭാരങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ഓർക്കാത്ത ഒരു ഘട്ടം. ഹൈസുലാ മക്കാനലിൽ ഹുമൂമി വൽ അഹ്സാൻ ഫി ഹയാത്തിഹിം, ജീവിതത്തിലെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ എന്നും എന്താണെന്ന് പോലും ശ്രദ്ധിക്കാത്ത, പരിഗണിക്കാത്ത, അറിയാത്ത ഒരു പ്രായമാണ് എന്ന് കവി പറയാണ്. അങ്ങനത്തെ ഒരു യുവത്വത്തെ ഞാൻ ഓർക്കുകയാണ്. അവിടെ ഒരു ദുഃഖമില്ല. സിവൽ ഹുസ്നില്ലദി യുഖ്ബാഹു ദഹ്കൻ യറുന്നു സദാഹു ഫീ ലഹ്കിൽ ഹസീമി. സിവൽ ഹുസ്ൻ, ഒരു ദുഃഖം ഒഴികെ. അല്ലദി ഉഖ്ബാഹു, അതിൻ്റെ ഉഖ്ബ എന്ന് പറഞ്ഞാൽ ആഖിറു ഷൈഇ വ ഖാതിമതുഹു, ഏതൊരു കാര്യത്തിൻ്റെ പര്യവസാനത്തിന് ഉഖ്ബ എന്ന് പറയും. അപ്പോൾ ഒരു ദുഃഖവും വന്നില്ല. അല്ലദി ഉഖ്ബാഹു ദഹ്കൻ, അതിൻ്റെ അവസാനം ചിരിയായിരിക്കും, തമാശയായിരിക്കും. ആ സമയത്ത് ദുഃഖം വരാം, ഒരു പ്രശ്നം വരാം, പക്ഷെ അത് യുവാക്കളായതുകൊണ്ട് തന്നെ സോൾവ് ചെയ്ത അവസാനം ആ കാര്യത്തെ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം ചിരിയിലേക്ക് എത്തുന്ന. യറുന്നു സദാഹു ഫീ ലഹ്കിൽ ഹസീമി, പരാജിതൻ്റെ ചിരിയിൽ നെഞ്ഞുപോലും കുലുങ്ങുന്നു, ഹൃദയം പോലും മുഴങ്ങുന്ന രൂപത്തിലുള്ള. യുഷീറു ഷാഇറു അന്നൽ ഹുസ്ന അല്ലദി യത്തബിഉഹും, അവരെ പിൻപറ്റുന്ന ദുഃഖം. യതഹവ്വലു ഇലൽ ലഹ്ക്, അത് ചിരിയിലേക്ക്, തമാശയിലേക്ക് വഴിമാറുന്നു. മിമാ യഅ്കിസു ഇസ്തിദാദിഹിം ലിമുവാജഹത്തി തഹ്ദിയാത്തി വസ്സുഉബാത്ത് ബിറൂഹി മറഹത്തിൻ വതഫാഉലിയ, അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ളൊരു ത്രാണി, അതേപോലെ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് മനസ്സ്, ഇത് യുവത്വത്തിനുണ്ട് എന്നാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത്. വതിഅ്നാ ഫൗഖ അത്ലാലി ദറാരി വഅശ്റഫ്നാ അലാ ബൈദി സദീമി. വതിഅ്നാ, ഞങ്ങൾ ചവിട്ടിക്കേറി, ഫൗഖ അത്ലാലി അദ്ദറാരി, ദറാരിൻ കവാക്കി മുതല, തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾക്ക് മുകളിലേക്ക് ഞങ്ങൾ ചവിട്ടിക്കേറി. വഅശ്റഫ്നാ അലാ ബൈദി സദീമി, ആകാശത്തിൻ്റെ കോണുകളിലെ സൂക്ഷ്മ നക്ഷത്രങ്ങൾക്ക് മുകളിലും ഞങ്ങളെത്തി. സദീം എന്ന് പറഞ്ഞാൽ അജ്റാമു സമാവിയ്യ ദാത്തു മുദ്ഹിറ മുൻതശിറ ഗൈർ മുൻതലിം, ദൂരദിക്കുകളിൽ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളാണ്. അതിനുമപ്പുറം ഞങ്ങൾ ചവിട്ടിക്കേറി. നക്ഷത്രം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ഘട്ടങ്ങൾ, പ്രതിസന്ധികൾ, അത് തരണം ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ പോലും യുവത്വത്തിൽ നേടിയെടുത്തു എന്നാണ് കവി പറയുന്നത്. തുൽഹിറുഹുന സൂറത്ത് ഷബാബ്, ഒരു യുവത്വത്തിൻ്റെ ചിത്രമാണ് കവി പറയുന്നത്. ആ യുവാവ് വഹും, അവരക്കാരെ യംശൂന ഫൗഖ അത്ലാലിൽ ജിബാൽ, മലകൾക്ക് മുകളിൽ അവർ കയറും. വകുല്ലു ഹാദാ ദലീല ലിഖുദ്റതിഹിം അലാ തഗല്ലുബി അസ്സുആബ് വതഹ്ഖീഖിൻ നജാഹ്, തങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, പ്രതിസന്ധികൾ അതിജയിക്കും എന്നുള്ള അവരുടെ ശക്തിയുടെ ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ വലിയ വലിയ മലകൾക്ക് മുകളിൽ പോലും കയറുന്ന സാഹസിക യാത്രകളും സാഹസികമായിട്ടുള്ള
കയറാൻ സാധിക്കുന്ന അവസ്ഥയൊക്കെ യുവാക്കൾക്കുണ്ട് എന്ന് കവി സൂചിപ്പിക്കണം. അതിന് തഷ്ബീഹാണ് ആകാശങ്ങൾ നക്ഷത്രങ്ങളിലേക്ക് കയറി എന്നുള്ളതൊക്കെ പറയുന്നത്. ഫലഹമലും വലജദിയുൻ റഖൈന വല സർത്താനു ദുൽബർജിൽ അദീമി. ഇവിടെ ഹമൽ ജിദി സുർത്താൻ എന്നൊക്കെ പറഞ്ഞൊക്കെ രാശിമണ്ഡലങ്ങളിലെ ഓരോ നക്ഷത്രങ്ങളിലെയും കൂട്ടങ്ങളുടെയൊക്കെ പേരുകളാണ്. അപ്പോൾ ഞങ്ങളെ തടുക്കാൻ ആർക്കും കഴിയില്ല. അവിടെയുള്ള നക്ഷത്രങ്ങളോ ആ ഹമലാവട്ടെ ജദിയാവട്ടെ ഇനി അതല്ല സർത്താനാവട്ടെ അങ്ങ് ഏത് നക്ഷത്രം ഞങ്ങൾക്ക് മുമ്പിൽ യാതൊരു പ്രശ്നമല്ല. നീ അങ്ങനത്തെ ദുൽബർജിൽ അദീം വലിയ വലിയ രാശികളുള്ള ആ നക്ഷത്രങ്ങളാണ് ഞങ്ങൾക്ക് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെയില്ല, അതൊക്കെ ഞങ്ങൾ മറികടന്നു. യുദ്ഹിറു ഹാദൽ ബൈത്ത്, ഈ വരി പറയുന്നത് അദ്മ വുജൂദി ഐ അവഇഖ് തഖിഫു ഫീ തുരീഖിഹിം, അവരെ വഴിയിൽ തടസ്സമായിട്ട് ഒന്നുമില്ല എന്നാണ്. അഥവാ മിമ്മ യഅകിസു ഖുദ്റത്തുഹും അല തഹ്ലീഖ്, അവർക്ക് പാറി നടക്കാനുള്ള കഴിവുണ്ട്. വതഫവ്വുഖ്, ഉയർച്ചയിലെത്താനുള്ള കഴിവുണ്ട്. ബിദൂനി ഐ അവഇഖ്, ഒരു തടസ്സവുമില്ലാതെ. അതായത് തന്നെ ഷബാബ ലാ യഹ്തമ്മു ബിമാ യഖ്ബഉ ലഹുൽ ഖദർ, യുവാവെന്ന് പറഞ്ഞാൽ വിധികൾ അവർക്ക് വേണ്ടി മറച്ചു വെച്ചത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കൂല. മലൻ്റെ മുകളിൽ നിന്ന് ചാടിയ ജീവൻ പോവോ അതുപോലെ അവർ നോക്കൂല. ഏതുപോലെ ആകാശലോകത്തേക്ക് വാനലോകത്തേക്ക് ബഹിരാകാശത്തിലേക്ക് പോകുന്നവർ ശേഷം തിരിച്ചു വരുമോ എന്ന് പോലും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന പോലെ അവർക്ക് യുവാക്കൾക്കതിന് എല്ലാത്തിനുമുള്ള മനക്കരുത്ത് ഉള്ള പ്രായം. വമാമിൻ സൗലത്തിൽ അഖ്ദാരി ഖിഫ്ന വലാലാഹത്ത് ലനാ മിസ്ലൽ ഖുയൂമി. സൗലത്തിന് അസ്സത്വത്ത് ആധിപത്യം, ഖൈമു ഖുയൂം സഹാബ് കാർമേഘം. വമാമിൻ സൗലത്തിൽ അഖ്ദാർ, വിധികളുടെ ഏതൊരു പിടുത്തവും മാഹിഫ്ന ഞങ്ങളെന്തില്ല ഭയപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമല്ല. വലാലാഹത്ത് ലനാ മിസ്ലൽ ഖുയൂമി, അത് ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ പ്രതിസന്ധിയായി ഞങ്ങളുടെ മുമ്പിലേക്ക് വരില്ല. നക്ഷത്രങ്ങളല്ല കാർമേഘങ്ങൾ, ആ ചിതറിക്കിടക്കുന്ന കാർമേഘങ്ങൾ കാണുന്ന പോലെ. കാർമേഘം ചിലപ്പോൾ ഇരുണ്ടുകൂടി മഴയാവാൻ, ചിലപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കും കാർമേഘത്തിന് എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഇരുണ്ടു വന്ന മഴ അത് പെയ്യാതെ പോവാം. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അത് വന്ന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഇല്ല. ഫിഹാദൽ ബൈത്തി യബ്ദു അന്ന ശാഇർ തഹദ്ദസ് അൻ അദ്മി തഅസ്സുരിഹിം, കവി ഇവിടെ പറയാണ് യാതൊരു നിലക്കുള്ള സ്വാധീനം അവരെ സ്വാധീനിക്കില്ല. ബിത്തഖല്ലുബാത്തി വത്തഗയ്യുറാത്ത്, എന്ത് മാറ്റം പൊടുന്നനുണ്ടായാൽ പോലും. അല്ലത്തി തുഫ്രിലുഹ അഖ്ദാറു അലൈഹിം, അവർക്ക് വിധികൾ ഉണ്ടാക്കി വെക്കുന്ന അതിലൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. സബാത്തിഹിം അല വജഹി തഗയ്യുറാത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടായാൽ പോലും അതിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും യുവാവെന്ന് പറഞ്ഞാൽ. ബി അർവാഹിൻ ലഹാ ഫിൽ ഉഫ്ഖി മസ്അ വതഹ്ലീഖിൻ അലൽ ഐഷിൽ ബഹീമി. ബി അർവാഹിൻ, അവർക്കുള്ളെന്താണ് അർവാഹ്, ചില ആത്മാവുകളാണ്, അല്ലെങ്കിൽ ആത്മചൈതന്യമുള്ള കാലം. ലഹ, അതിനുണ്ട്. ഫിൽ ഉഫ്ഖി മസ്അ, ചക്രവാളങ്ങളിലുള്ള സഞ്ചാരങ്ങളുണ്ടല്ലോ. ബി അർവാഹിൻ ലഹ ഫിൽ ഉഫ്ഖി മസ്അ, ആത്മാക്കൾക്ക്, നല്ല ഉയർന്ന മനസ്സിൻ്റെ ഉടമകൾക്ക് ചക്രവാളങ്ങളുടെ യാത്രയുണ്ട് എന്ന് പറഞ്ഞാൽ നാളെയുടെ ഭാവിയെ പറ്റിയും പേടിയില്ല. വതഹ്ലീഖിൻ അലൽ ഐഷിൽ ബഹീമി, ഇരുണ്ട ജീവിതത്തിൻ്റെ മുകളിലും അത് വട്ടമിട്ടിങ്ങനെ പറക്കും ആത്മാക്കൾ. അതായത് ഫിഹാദൽ ബൈത്തി യസിഫു ഷായിറു ഷബാബ്, ഇവിടെയും ഒരു യുവാവിനെയാണ് കവി വർണ്ണിക്കുന്നത്. എങ്ങനത്തെ യുവാക്കൾ? വഹും യതഹല്ലഖൂന വയതഹറഖൂന നഹ്വൽ ഉമൂരി നബീല, ഉന്നതമായ കാര്യങ്ങൾക്ക് മുന്നിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന, വട്ടമിട്ട് പറക്കുന്ന ആ അൽ ഉമൂരി നബീല വൽ മുസ്മിറ ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ സമ്പന്നതയുണ്ടാക്കുന്ന പ്രശോഭിതയുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് അവർ പോകും. ബി അർവാഹിൽ ലഹാ ഫിൽ ഉഫ്ഖി മസ്അ എന്ന് പറഞ്ഞാൽ യഅനി അന്ന ലി അർവാഹിഹിം ഗായ, അവരുടെ ആത്മാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഔ ഹദഫൻ യസ്ഔന നഹ്വ തഹ്ഖീഖിഹി, ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രയത്നത്തിലായിരിക്കും അവർ. ഇവിടെ അൽ ഉഫ്ഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്ന് പറഞ്ഞല്ലോ. ഹുനാ യുഷീറു ഇലൽ മുസ്തഖ്ബിൽ, അത് ഭാവിയിലേക്കുള്ള ചില സൂചനകളാണ്. അവിൽ ഉമൂർ അൽ ജദീദ അല്ലത്തി യതതല്ലഊന ഇലൈഹ, അവർ നോക്കിക്കാണുന്ന പുതിയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ കവി ഉഫ്ഖ് എന്ന് ഉപയോഗിച്ചത്. റഖൽനാ ഫിസ് സമാഇ ലികുല്ലി നജ്മിൻ ഹുനുവ ത്വയ്രി ലിസ്സഹരിൽ അമീമി, ഞങ്ങൾ ആകാശത്തിലേക്ക് പോയി എന്ന് പറയല്ലേ. റഖൽനാ, ഞങ്ങൾ ചവിട്ടി ഫിസ് സമാഇ, ആകാശത്തിൽ ലികുല്ലി നജ്മിൻ, എല്ലാ നക്ഷത്രങ്ങളെയും. ഹുനുവ ത്വയ്രി ലിസ്സഹരിൽ അമീമി, എല്ലാ നക്ഷത്രങ്ങളും ചവിട്ടിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഒരു നക്ഷത്രം കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് പോവുകയല്ല, എല്ലാത്തിൻ്റെ മുകളിലൂടെയും കാല് വെച്ചു. ഏതുപോലെ ഹുനുവ ത്വയ്രി, ആ എല്ലാ നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതിനെ തശ്ബീഹെടുത്ത് പറയാണ്. പക്ഷി വളഞ്ഞ് കുനിഞ്ഞ് തേൻ കുടിക്കുന്ന പോലെ. ഏത് ലിസ്സഹരിൽ അമീമി, കുറേ പൂക്കളുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് അങ്ങനെ എല്ലാ പൂക്കളിൽ നിന്നും
തേനെടുക്കുന്ന പോലെ എല്ലാ നക്ഷത്രങ്ങളെയും ചവിട്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. ഹാദൽ ബൈത്ത് യസിഫ് ഷബാബ്, ഇവിടെയും ഷബാബിനെ തന്നെ. വഹും യസ്ഔന വറാഅത്ത് തുമൂഹാത്തി വൽ അഹ്ലാമിൽ കബീറ. ആ യുവാക്കളെന്ന് പറഞ്ഞാൽ അവർ കാണുന്ന വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതിന് പിറകെ പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നുപോലും ഒഴിവാക്കില്ല. അത് റഖദ്നാ ഫി സമാഇ ലികുല്ലി നജ്മിൻ അല്ല യഅനി അന്നഹും ഖാമു ബിജുഹൂദിൻ കബീറ. എല്ലാവിധ പ്രയത്നവും ചെയ്യും. വമുതവാസിലൽ മുലാഹിഖ, അനുയോജ്യമായ മുതവാസില ലിമുലാഹിഖത്തി കുല്ലി ഹദ്ഫിൻ, ലക്ഷ്യം നേടാൻ അനുയോജ്യമായ എല്ലാത്തിനും തുടർന്നുകൊണ്ടിരിക്കും. ഔ തുമൂഹ്, അല്ലെങ്കിൽ അവരുടെ കൊതി. യുമസ്ലിഹു കുല്ലു നജ്മിൻ ഫി സമാ, ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും ഇവിടെ അതിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്. വഹവ്വൽനാ വുജൂഹൽ കൗനി കഅ്സൻ ഹസൗനാഹാ വലം തകു മിൻ ഖുറൂമി. ഹസ എന്ന് പറഞ്ഞാൽ ശരീബ ഷൈഅൻ ഫശൈഅ, പതുക്കെ പതുക്കെ ഇങ്ങനെ മൊത്തി കുടിക്കണീനാണ് ഹസ എന്ന് പറയും. വഹവ്വൽനാ വുജൂഹൽ കൗൻ, ഞങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ മുഖം തന്നെ മാറ്റി. കഅ്സൻ, ഒരു കോപ്പയെപ്പോലെ. ഹസൗനാഹ, ആ കോപ്പ ഞങ്ങൾ കുടിച്ചു, പതുക്കെ കുടിച്ചു. വലം തകു മിൻ ഖുറൂമി, അത് മുന്തിരി തിന്നുന്ന പോലെ ആയിരുന്നില്ല. പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ ഒരു കോപ്പയിൽ നിന്ന് ആക്കും പോലെ ചൂടുള്ള പാനീയം പതുക്കെ കുടിച്ചത് പൂർത്തിയാക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രം തന്നെ ഞങ്ങൾ യുവാക്കൾ മാറ്റിയിട്ടുണ്ട്. അശ്ശാഇർ യൂസുഫ് ഷബാബ് വഹും, അവർ യഖൂമൂന ബിതഹവ്വുലി വുജൂഹിൽ കൗനി, ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം മുഖം മാറ്റിയവരാണ്. ബിമസാബത്തിൽ കഅ്സി, ഒരു കോപ്പയെപ്പോലെ. ഹൈസു യഖൂമൂന ബിതജ്മീലിഹാ വതഹ്സീനിഹാ, അവർക്ക് ആ പ്രപഞ്ചത്തെ ഭംഗിയാക്കാൻ സാധിച്ചു. ദൂന അൻ യകൂന ലദൈഹിം ഖൗഫുൻ മിൻ തഹദ്ദിയാത്തി വൽ ഉഖബാത്ത്, അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയും പരിഗണിക്കാതെ. വലം നഅബ് ബിമാ തുഖ്ഫിൽ ലയാലി വലം നഖ്ശൽ മനീയത ഫിൽ ഹുജൂമി. വലം നഅബ്, ഞങ്ങൾ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഭാണ്ഡമായി എടുത്തില്ല. ബിമാ തുഖ്ഫിൽ ലയാലി, രാത്രികൾ ഭയപ്പെടുത്തുന്നതെന്തോ അതിന് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തതേയില്ല. വലം നഖ്ശൽ മനീയ ഫിൽ ഹുജൂമി, എന്തെങ്കിലും വല്ല അക്രമത്തിലൂടെ മരണം സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടില്ല. ഒരു ഭയപ്പാടുമില്ലാത്ത യുവത്വം. അശ്ശാഇർ യൂസുഫ് ഖുവ്വത്തൻ വസബാതൻ ഷബാബി, യുവാക്കളുടെ ശക്തി, അവരുടെ സ്ഥിരത. വഖുദ്റതിഹിം അല തഹമ്മുലി, എല്ലാത്തിനെയും ഏറ്റെടുക്കാനുള്ള കഴിവ്. വമുവാജഹത്തി തഹ്ദിയാത്തി, ഭീഷണികൾ അഭിമുഖീകരിക്കാനുള്ള കഴിവ്. ബിശജാഅത്തിൻ വസഖത്തിൻ, അവരുടെ ആത്മവിശ്വാസത്തോടു കൂടെ. ഇതൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വലം നഅബ് ബിമാ തുഖ്ഫിൽ ലയാലി എന്ന് പറഞ്ഞാൽ അവിടെയും കവി പറയുന്നു യഅബിർ ഹാദൽ ബൈത്ത് അൻ അദമി ഇഖ്തിറാസി ഷബാബ് ബിമാ ഖദ് തുഖ്ബിഹു ലഹും അല്ലയാലി മിൻ തഹദ്ദിയാത്തിൻ മസാഇബ്. രാത്രികൾക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അതൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഹൈസു യുദ്ഹിറുൽ ഇസ്തിഅദാദ് ലിമുവാജഹത്തി തഹ്ദിയാത്ത്, അവിടെ കവി പറയുന്നതാണ് എല്ലാവിധ ഭീഷണികളെയും എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കും. ദൂന ഖൗഫിൻ ഔ തറദ്ദുദ്, സംശയമോ ഭയമോ ഇല്ലാതെ. വശബാബു ലം യഖ്ശഉൽ മൗത വൽ ഹലാക്, അവർ മരണത്തെ പേടിക്കുകയില്ല. വയതല്ലാഹുന അശ്ശജാഅ വസിഖത ഫിൻ നഫ്സ്, ഇവിടെ അവരുടെ ധൈര്യവും അവരുടെ ആത്മവിശ്വാസവുമാണ് പറയുന്നത്. അല്ലതി തുമയ്യിദു ഷബാബ്, അതാണല്ലോ യുവാക്കളെ വേർതിരിക്കുന്നത്. വതദ്ഫഉഹും ലിൽ മദ്യി ഖദീമൻ, മുന്നോട്ട് പോകാൻ അവരെ തള്ളിവിടുന്നത്. ഫി ഹയാത്തിഹിം, അവരുടെ ജീവിതത്തിൽ. ദൂന ഖൗഫിൻ മിനൽ മൗത്ത്, മരിക്കൂല എന്നുള്ള പേടി. അവിൽ ഫഷൽ, നശിക്കൂല എന്ന പേടി. കവി പറയാ വഅസ്ലഫ്ന സമാനു നഈമ ഐഷിൻ വലം നജിദ് വലം നഹ്ദർ മുഖാലാത്തൽ അസീമി. ഞങ്ങൾ കഴിഞ്ഞ കാലം, അസ്ലഫന സമാനു, കാലം ഞങ്ങൾക്ക് മുമ്പ്, നഈമ ഐഷിൻ, നല്ല ജീവിതമായിരുന്നു. മുന്നിൽ കഴിഞ്ഞുപോയതൊക്കെ നല്ല ജീവിതമാണ്. അതുകൊണ്ട് തന്നെ വലം നഹ്ദർ മുഖാലാത്തൻ അസീമി, എന്തെങ്കിലും വല്ല ഖലാഉം മുന്നിൽ വരുമെന്ന് പേടിച്ച് അതിന് ജാഗ്രത കാട്ടി നിൽക്കേണ്ട ആവശ്യവുമില്ല, അങ്ങനെ നിൽക്കുകയുമില്ല. കഴിഞ്ഞത് വളരെ സിമ്പിളായിട്ട് ലളിതമായി രസകരമായി കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ടുള്ളതും അങ്ങനെ തന്നെ കഴിഞ്ഞു പോകുമെന്നർത്ഥം. അശ്ശാഇർ യസിഫു കൈഫ കാന ഷബാബ്, ഇവിടെ കവി പറയാണ് യുവാക്കൾ എങ്ങനെയായിരുന്നു. കാന യഈശൂന ഫി ഔഖാത്തിൻ സാബിഖ മിന സമാൻ, കഴിഞ്ഞ കാലങ്ങളിൽ അവർ ജീവിച്ചത് അത് ഫി നഈമിൻ വസആദ, സന്തോഷത്തോടു കൂടിയാണ്. വകൈഫ അന്നഹും ലം യതവഖഉ, അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ആയിരിക്കും. ലം യതവഖഉ, അവർ പ്രതീക്ഷിക്കൂല. ഔ യഹ്തസിബു, അവർ വിചാരിക്കൂല. ലിമുവാജഹത്തി ഖസ്മിൻ ഔ മുനാഫസ്, വല്ല തർക്കമോ അല്ല ബുദ്ധിമുട്ടോ ഉണ്ടാവുമോ എന്ന്. ഫിൽ അയ്യാമിൽ മാദിയ, കഴിഞ്ഞ കാലങ്ങളിൽ അദ്മു ഇസ്തിഅദാദി ഷബാബി, യുവാക്കൾ ഒരുങ്ങിയിട്ടില്ല. ലിമുവാജഹത്തിൽ ഖസ്മി വൽ മുനാഫിസ്, എന്തെങ്കിലും മത്സരം അല്ലെങ്കിൽ തർക്കം മുന്നിൽ വരുമെന്ന് കരുതി മുന്നൊരുക്കം നടത്താത്ത യുവാക്കൾ കഴിഞ്ഞ കാലം അങ്ങനെയാണ്. ഹൈസു ലം യകൂനു യതവഖഉന യസ്മഊന യസ്തഇദ്ദൂന ലിസ്റാഇ വൻ നിസാഇ വൽ ആഖിരീൻ, അതുകൊണ്ട് തന്നെ ഈ കാലത്തും പിന്നീട് യുവാക്കൾ അങ്ങനെ തന്നെയാണ്. ഇനിയും മുന്നിലേക്ക് പോകുന്തോറും ഒരു അക്രമം സംഘടന ഉണ്ടാകുന്നുള്ളൊരു മുന്നൊരുക്കൊന്നും അവരൊരുങ്ങിയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. വകുന്നാ ഫി ഇഖ്തിലാഫി ശംലി നഹ്കി നിളാമ അശ്ശഹബി വദ്ദുർരി നളീമി. വകുന്ന, ഞങ്ങൾ യുവാക്കൾ, ഫി ഇഖ്തിലാഫി ശംലി,
ഞങ്ങൾ ഐക്യത്തിൽ ഇങ്ങനെ തിളങ്ങുന്നവരാണ്. നഹ്കി, ആ തിളക്കത്തിൻ്റെ കഥ പറയുന്നവർ, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ പറയാണ് ഇതുപോലെ നിലാമ ഷഹബി വദ്ദുരീൻ നദീമി, ഞങ്ങൾ ഏതുപോലെയാണെന്നോ, നിലാമ ഷഹബി, കൊള്ളിമീൻ, ആകാശത്തിലെ നക്ഷത്രം, ആ നക്ഷത്രം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കടന്നു പോകുന്നത്. വദ്ദുരീൻ നദീമി, നല്ല മുത്തുകൾ കോർത്തെടുത്ത, വ്യവസ്ഥാപിതമായി കോർത്തെടുത്ത മാലകൾ. ആ മുത്തുകൾ എങ്ങനെയാണ്, അതിൻ്റെ വ്യവസ്ഥ എങ്ങനെയാണ്, അത്ര കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. അത് ലോകത്തെല്ലായിടത്തും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഫിഹാദൽ ബൈത്ത് ഷാരി അസിഫു, ഇവിടെ കവി പറയാണ് കൈഫ കാന ശബാബ് യഈശൂന ഫീ വഹ്ദ വതലാഹും, എങ്ങനെയാണ് അവർ ഐക്യത്തിൽ എല്ലാവരും യുവാക്കൾ ഒരുപോലെയാകുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കവി പറയുന്നു. വകാന യതഹദ്ദസൂന, അവരെപ്പോഴും പറയുക അൻ മജ്ദിഹിം വതഫവ്വുഖിഹിം, അവരുടെ ഉന്നതിയെപ്പറ്റിയാണ്, അവരുടെ മഹത്വത്തെപ്പറ്റിയാണ്, അവരുടെ ഭംഗിയെപ്പറ്റിയാണ്. മജ്ദും തഫവ്വുഖും, ഇതാണ് എല്ലാ യുവാക്കളുടെ ചരിത്രത്തിലും എവിടെയും പറയാനുണ്ടാവുക. അപ്പോൾ ഒരു നല്ല സുന്ദരമായ കാലഘട്ടമായിട്ടാണ്, അല്ലെങ്കിൽ ആരെയും പേടിയില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും ടെൻഷനില്ലാത്തൊരു പ്രായമായിട്ട് യുവത്വത്തെ കവി കാണുന്നു, വർണ്ണിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു വന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ടാണ്, ആ ഒരു കാലത്തെ ഓർത്തുകൊണ്ടാണ് ഈ കവിതയുടെ ആരംഭവും ഈ കവിതയിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്നതും. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.